ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി 30 ദിവസത്തെ വെടിനിർത്തലിന് ഉക്രൈൻ സമ്മതിച്ചതായി 2 ആഴ്ചകൾക്ക് മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികൾ മോസ്കോ സന്ദർശിക്കുകയും പുടിനുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഈ വിഷയം ചർച്ച ചെയ്യാനായി പുടിന്റെ പ്രതിനിധി കിറിൽ ദിമിത്രിയേവ് വാഷിംഗ്ടൺ സന്ദർശിക്കുകയും ചെയ്തു. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഉപരോധം നീക്കിയാണ് ഇദ്ദേഹത്തിന് അമേരിക്ക സന്ദർശനാനുമതി നൽകിയത്. ട്രംപ് അധികാരമേറ്റതിനെ തുടർന്ന് ഉക്രൈനിന് സഹായം നൽകുന്നത് അമേരിക്ക നിർത്തിവച്ചിരിക്കുകയാണ്. നാറ്റോയിൽ അംഗമായ രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാർ ബ്രസൽസിൽ വച്ചു നടത്തിയ സമ്മേളനത്തിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഉക്രൈനെ സഹായിക്കാൻ തീരുമാനിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ വിജയം കാണാത്തതുകൊണ്ടാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അമേരിക്കയുടെ പ്രതിനിധി ഈ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. നാറ്റോയിൽ രൂപപ്പെടുന്ന വിഭാഗീയതയുടെ സൂചനയായിട്ടാണ് ഈ തീരുമാനത്തെ പലരും കാണുന്നത്. ചൈന ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി കഴിഞ്ഞ ആഴ്ചയിൽ 145%, ചൊവ്വാഴ്ച അത് 245%, അമേരിക്ക വർദ്ധിപ്പിച്ചു. ചൈന ഒഴികെയുള്ള രാജ്യങ്ങളുടെ നികുതി വർധനവ് 90 ദിവസത്തേക്ക് നടപ്പാക്കേണ്ട എന്നാണ് അമേരിക്കയുടെ തീരുമാനം. ഇതിനിടയിൽ വിവിധ രാജ്യങ്ങളുമായി സംസാരിച്ച് ഒരു സമവായത്തിലെത്താനാണ് അമേരിക്കയുടെ നീക്കം. ഈ വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയുടെ പ്രധാന എതിരാളി ചൈനയാണ്. 125% നികുതി വർദ്ധിപ്പിച്ചുവെങ്കിലും ഇനി ഒരു നികുതി വർധനവില്ല എന്നാണ് ചൈന പ്രതികരിച്ചത്. ഇപ്പോൾ വരുത്തിയ നികുതി വർധനവ് പൂർണ്ണമായും അമേരിക്ക പിൻവലിക്കണം എന്നാണ് ചൈന ആവശ്യപ്പെടുന്നത്. അയൽ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും ചൈന ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വിയറ്റ്നാം, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാനായി പുറപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുറഞ്ഞാൽ അവ ഇന്ത്യയുടെ കമ്പോളങ്ങളിൽ വിറ്റഴിക്കാൻ ചൈന ശ്രമിക്കും എന്നാണ് ഇന്ത്യ ഭയപ്പെടുന്നത്. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളെ തുടർന്നാണ് നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. 3 ഘട്ടങ്ങളായി യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം. 1ാം ഘട്ടം മാത്രമാണ് പൂർത്തിയായത്. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുടങ്ങിയതോടെ ഗാസ നിവാസികളുടെ ജീവിതം ദുരിതത്തിലായി. എന്നാൽ ഇത് പരിഹരിക്കാൻ കാര്യമായ നീക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. തന്നെയുമല്ല, ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഗാസയ്ക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി. ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ ഒരാശുപത്രി പ്രവർത്തനരഹിതമായി. ഗാസയിലെ ഏക ആശുപത്രിയുടെ പ്രവർത്തനമാണ് നിലച്ചുപോയത്. ഈ ആശുപത്രി സൈനിക താവളമായി ഹമാസ് ഉപയോഗിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. ഗാസയിൽ നിന്നും പാലസ്തീനികളെ ഒഴിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ജോർദാനും ഈജിപ്തും ഇവരെ സ്വീകരിക്കണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. സ്വന്തം നാട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകാനാണ് അമേരിക്ക പാലസ്തീനികളോട് ആവശ്യപ്പെടുന്നത്.
നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ വൈകിപ്പിച്ചതിനെതിരെയുള്ള തമിഴ്നാടിൻ്റെ ഹർജിയിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ വിധിയാണ് പ്രഖ്യാപിച്ചത്. ബില്ലുകൾ ഒപ്പുവെക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിർദ്ദേശിച്ച കോടതിയുടെ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാർ അപ്പീൽ നൽകി. ഇങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് അവകാശമില്ല എന്നാണ് വാദം. ഈ നിർദ്ദേശം ഭരണഘടനാ ഭേദഗതിയാണെന്നും ഇതിനുള്ള അവകാശം കോടതിക്കല്ല പാർലമെന്റിനാണ് എന്നുമാണ് വിശദീകരണം. എന്നാൽ ഇതൊരു ഭേദഗതി അല്ലെന്നും ഭരണഘടനയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടു നടത്തിയ നിർദ്ദേശം മാത്രമാണ് എന്നാണ് ഈ വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 ബില്ലുകൾ ഒപ്പിടണം എന്നല്ലാതെ എത്ര സമയത്തിനകം ഒപ്പിടണം എന്ന് നിർദ്ദേശിച്ചിട്ടില്ല. ഒപ്പിടാനുണ്ടാകുന്ന കാലതാമസം മൂലം നിയമം നടപ്പാക്കുന്നത് അനന്തമായി നീണ്ടുപോകാതിരിക്കാനാണ് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചത് എന്നാണ് എതിർവാദം. പാട്ടുകാരി, ഗാനരചയിതാവ് തുടങ്ങിയ നിലകളിൽ പ്രശസ്തയായ അമേരിക്കയിലെ കെയ്റ്റി പെറി അടക്കം 6 വനിതകൾ നടത്തിയ ബഹിരാകാശ യാത്ര വലിയ വാർത്താ പ്രാധാന്യം നേടി. ഭൗമോപരിതലം കടന്ന് ബഹിരാകാശത്തിലൂടെ ഇവർ 100 കിലോമീറ്റർ സഞ്ചരിച്ചു. 11 മിനിറ്റ് കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി ബഹിരാകാശ പേടകം സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തി. ബ്ലൂ ഒറിജിൻ എന്ന കമ്പനിയുടെ ന്യൂ ഷെപ്പേർഡ് എന്ന ബഹിരാകാശ പേടകത്തിലായിരുന്നു യാത്ര. വിനോദസഞ്ചാര മേഖല ബഹിരാകാശത്തേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിൻ്റെ ചെലവ് എത്രയെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ഓരോ യാത്രക്കാരനും $1.5 ലക്ഷം സുരക്ഷാ നിക്ഷേപമായി നൽകിയത്. അതിരുകളില്ലാത്ത സന്തോഷത്തിൻ്റെ ലഹരിയിലാണ് മടങ്ങിയെത്തിയ യാത്രക്കാർ. ഇത്തരം യാത്രകൾ ബഹിരാകാശത്തെ കൂടി മലിനമാക്കും എന്നാണ് പലരുടെയും ആക്ഷേപം. കേവലം 11 മിനിറ്റ് മാത്രമുള്ള ഒരു വിനോദസഞ്ചാരത്തിനായി ഇത്രയും ഭീമമായ തുക ചെലവാക്കുന്നതിനെ ധൂർത്തായിട്ടാണ് പലരും കാണുന്നത്. ഇന്ത്യൻ രത്നവ്യാപാരിയായ മെഹുൽ ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് ഈ നടപടി. പഞ്ചാബ് നാഷണൽ ബാങ്കിലെ 13,000 കോടി വായ്പാ തട്ടിപ്പ് കേസിൽ നിരവ് മോദി 1-ാം പ്രതിയും ചോക്സി 2-ാം പ്രതിയുമാണ്. 2017 ഇന്ത്യയിൽ നിന്നും മുങ്ങിയ ഇദ്ദേഹം നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ടുകളും നിലവിലുണ്ട്. ഇതിൻ്റെ ബലത്തിലാണ് ഇന്ത്യ ബെൽജിയം കോടതിയെ സമീപിച്ചത്. കുറ്റവാളികളെ പരസ്പരം കൈമാറുന്ന ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ബോംബെ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയെ വിദേശത്തു നിന്നും ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ ഒരു നേട്ടമാണ്. അതുപോലെ ചോക്സിയെ ജയിലിലാക്കാൻ കഴിഞ്ഞതും നേട്ടം തന്നെയാണ്. എന്നാൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വളരെ കർക്കശമായ നിലപാടുള്ള ഒരു രാജ്യമാണ് ബെൽജിയം. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടില്ല എന്ന് ബോധ്യപ്പെടാതെ ബെൽജിയം ചോക്സിയെ കൈമാറില്ല. ഡൊണാൾഡ് ട്രംപ് 2-ാം പ്രാവശ്യം പ്രസിഡന്റ് പദവിയിൽ 100 ദിവസം പൂർത്തിയാക്കി. അമേരിക്കൻ ജനത പുതിയ പ്രസിഡന്റിന്റെ ആദ്യത്തെ 100 ദിവസങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് പ്രശസ്തമായ പല സ്ഥാപനങ്ങളും സർവേകൾ നടത്തി. ഡൊണാൾഡ് ട്രംപിൻ്റെ ജനപ്രീതി വല്ലാതെ കുറയുന്നു എന്നാണ് എല്ലാ സർവേ ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിയ രീതിയോട് ബഹുഭൂരിപക്ഷം അമേരിക്കക്കാർക്കും യോജിപ്പില്ല. എലൻ മസ്കിൻ്റെ ഉപദേശമനുസരിച്ച് ഫെഡറൽ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടതും രൂക്ഷമായ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്.
പകരച്ചുങ്കം അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം സൃഷ്ടിക്കും എന്നാണ് പലരും ഭയപ്പെടുന്നത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വിദേശ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് മടക്കി അയക്കുന്നതിനോട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് പോലും യോജിപ്പില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്നതും പ്രസിഡന്റിന്റെ പരാജയമായിട്ടാണ് കാണുന്നത്. ഇത്തരം സർവേകൾക്ക് അമേരിക്കയിൽ വലിയ പ്രാധാന്യമുണ്ട്. തന്മൂലം ട്രംപ് ഒരു പുനർപരിശോധനയ്ക്ക് തയ്യാറായേക്കും എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. യുദ്ധത്തിനിടയിൽ തടവുകാരായി പിടിക്കപ്പെട്ട 2 ചൈനീസ് പട്ടാളക്കാരെ ഉക്രൈൻ സൈനികർ തിങ്കളാഴ്ച മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചു. തങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യൻ സൈനികർക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും പങ്കെടുക്കുന്നു എന്നുള്ള ആരോപണം തെളിയിക്കാനാണ് ഈ നടപടി. ഉത്തര കൊറിയയിൽ നിന്നുള്ള സൈനികരുടെ പങ്കാളിത്തം നേരത്തെ തന്നെ വ്യക്തമായതാണ്. എന്നാൽ തങ്ങൾ ഒരു പക്ഷത്തെയും പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ചൈനയുടെ പ്രഖ്യാപിത നിലപാട്. ഈ നിലപാടിനെ ചോദ്യം ചെയ്യാനാണ് ഇങ്ങനെ ഒരു പ്രദർശനം നടത്തിയത്. യുദ്ധ തടവുകാരെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് അന്താരാഷ്ട്ര വ്യവസ്ഥകളുടെ ലംഘനമാണ്. റഷ്യ വാഗ്ദാനം ചെയ്ത സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടാണ് തങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തതെന്ന് 2 പട്ടാളക്കാരും ചൈനീസ് ഭാഷയിൽ പത്രക്കാരെ അറിയിച്ചു. റഷ്യയുമായി ഒപ്പുവെച്ച കരാറും ഇവർ പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. സോമാലിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഈജിപ്ത്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെയും തങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ റഷ്യ ഉപയോഗിക്കുന്നു എന്നാണ് ഉക്രൈനിന്റെ ആരോപണം. ഇസ്രായേലിന്റെ പാസ്പോർട്ടുമായി വരുന്നവർക്ക് മാലി ദ്വീപിൽ പ്രവേശിക്കുന്നത് നിരോധിക്കുന്ന ബില്ല് ബുധനാഴ്ച പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഒപ്പുവെച്ചു. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്നാരോപിച്ച് ചൊവ്വാഴ്ചയാണ് ഈ ബില്ല് പാർലമെന്റ് പാസാക്കിയത്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് തങ്ങൾ ഹമാസിനെ ആക്രമിക്കാൻ തുടങ്ങിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ മാനിക്കുന്നു. ഹമാസിനെതിരെയുള്ള യുദ്ധത്തെ വംശഹത്യയായി കാണരുത്. ഇത് സ്വയരക്ഷയ്ക്കു വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇതാണ് ഇസ്രായേലിൻ്റെ വാദങ്ങൾ. എന്നാൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഫയൽ ചെയ്ത അന്യായത്തിലും ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധത്തെ വംശഹത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നേരത്തെ തന്നെ മാലി സന്ദർശനം ഒഴിവാക്കാൻ പൗരന്മാർക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്മൂലം ഈ നിരോധനം ഇസ്രായേലിനെ കാര്യമായി ബാധിക്കാൻ ഇടയില്ല. വിനോദസഞ്ചാരികളിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ചാണ് മാലിയുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ കാലോചിതമായ മാറ്റമുണ്ടാകണം എന്നാണ് ബഹുഭൂരിപക്ഷം അംഗങ്ങളും ആഗ്രഹിക്കുന്നത്. 5 സ്ഥിരാംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളും അടങ്ങുന്നതാണ് ഇപ്പോഴത്തെ സെക്യൂരിറ്റി കൗൺസിൽ. അംഗസംഖ്യ 15-ൽ നിന്നും 25 ആയി ഉയർത്തണം എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളില്ല. ഏതൊക്കെ രാജ്യങ്ങളെ സ്ഥിരാംഗങ്ങളാക്കണം എന്നത് ഒരു തർക്ക വിഷയമായി തുടരുകയാണ്. പുതിയ സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം എന്നാണ് പാകിസ്ഥാനും തുർക്കിയും ആവശ്യപ്പെടുന്നത്. മതാടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യത്തെ G4 രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G4. തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഒരു രാജ്യത്തെ പോലും ഇപ്പോഴത്തെ സെക്യൂരിറ്റി കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രാദേശിക അസന്തുലിതാവസ്ഥ പരിഹരിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം. പ്രിയ ജൻവാണി ശ്രോതാക്കളെ, ജൻവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അഞ്ചൽ പെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ജൻവാണി FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ പാനൂർ 670-692 എന്ന വിലാസത്തിലോ ജൻവാണി FM@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8714449000 എന്ന മൊബൈൽ നമ്പറിൽ SMS ആയോ അയക്കാവുന്നതാണ്. പോസ്റ്റലായി എഴുത്തയക്കുന്നവർ അവരുടെ പൂർണ്ണവിലാസവും ഫോൺ നമ്പറും എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അഞ്ചൽ പെട്ടി,